+1 dynamics exercise. നമുക്ക് രണ്ടൊന്ന് പ്രോബ്ലം ഒന്ന് കാണാം. ഫസ്റ്റ് വൺ, the force time graph of a 5 kilogram body is shown in the figure. What is the velocity of the body at the moment the force becomes zero? Assume that the body was initially at rest. ഇതാണ് തന്നിരിക്കുന്ന ഫിഗർ. ഹൊറിസോണ്ടൽ ആക്സിസിൽ കൂടെ ടൈമും വെർട്ടിക്കൽ ആക്സിസിൽ കൂടെ ഫോഴ്സും പ്ലോട്ട് ചെയ്തിരിക്കുക ആ ഗ്രാഫാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫോഴ്സ് 0 ആകുമ്പോൾ ആ വസ്തുവിൻ്റെ വെലോസിറ്റി എത്രയാണ്. ഫിഗർ അനുസരിച്ച് ഫോഴ്സ് 0-ൽ നിന്നും കൂടി 20 ന്യൂട്ടണിലെത്തുന്നു. പിന്നെ 20 ന്യൂട്ടൺ കുറേ നേരം അതേ ഫോഴ്സ് തന്നെയാണ്. അത് കഴിഞ്ഞ് ഫോഴ്സ് കുറച്ച് 0 ആകുക. അപ്പോൾ ഫോഴ്സ് ബിക്കം 0 അറ്റ് t=15 സെക്കൻഡ് ഫിഗർ അനുസരിച്ച്. അപ്പോൾ ആദ്യം ഇവിടെ ടോട്ടൽ ഇമ്പൾസ് കാണണം. നമുക്കറിയാം, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു വെലോസിറ്റിയുടെ പ്രോഡക്റ്റ് y ക്വാണ്ടിറ്റി എക്സ് ക്വാണ്ടിറ്റിയും തമ്മിലുള്ള പ്രോഡക്റ്റ് എന്താണോ, ഏത് ക്വാണ്ടിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നു അതാണ് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ ഫോഴ്സും ടൈമുമാണ്. അപ്പോൾ അത് തമ്മിലുള്ള പ്രോഡക്റ്റ് ഇമ്പൾസാണ്. ഇതൊക്കെ ഈ ഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇമ്പൾസാണ്. അപ്പോൾ ടോട്ടൽ ഇമ്പൾസ് എന്ന് പറയുന്നത് ഈക്വൽസ് ഏരിയ ഓഫ് ദി FT ഗ്രാഫ്. ദറ്റ് ഈസ് I ഈക്വൽസ് ടോട്ടൽ ഇമ്പൾസ് I ഈക്വൽസ്, ഇവിടെ ഇപ്പോൾ രണ്ട് ട്രയാങ്കിളും ഒരു റെക്ടാങ്കിളും ഏരിയ കാണുമ്പോൾ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ് ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു 20 പ്ലസ് ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ദിസ് ഇൻറ്റു ദിസ്, ഇത് 10-4, ഇത് 20. അപ്പോൾ പ്ലസ് ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു 20 പ്ലസ് 10-4 ഇൻറ്റു 20 പ്ലസ് ലാസ്റ്റിലെ മൂന്നാമത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് അവിടെ 15 - 10 ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ് 20. That is 40 + 120 + 50 or 210 Newton second. Force into time അല്ലേ ഇമ്പൾസ്. ഇനി നമുക്കറിയാം ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ. ഇമ്പൾസ് ഈക്വൽസ് ചേഞ്ച് ഇൻ മൊമെൻറ്റ് MV - MU. ഇവിടെ ചോദ്യത്തിൽ പറയുന്നുണ്ട് ഇനിഷ്യലി ദി സിസ്റ്റം ബോഡി വാസ് അറ്റ് റെസ്റ്റ്, സോ U = 0, സോ I = MV. അവിടുന്ന് V കാണാം. ഫൈനൽ വെലോസിറ്റി V = I/m. That is 210/m. 5 kilogram തന്നിട്ടുണ്ട്. ആൻസർ ഈസ് 42 m/s. That is the answer. Another one. A football player kicks off a 200-gram ball, giving it a velocity of 50 m/s, directed 30° above the horizontal. Assuming that the foot of the player and the ball are in contact for 0.01 second, find A. the impulse imparted to the ball, B. impulse imparted to the player, C. average force exerted on the ball, D. work done on the ball. ഇതാണ് ചോദ്യം. ഇവിടെ M തന്നിട്ടുണ്ട് 200 ഗ്രാം ബോളിൻ്റെ. അത് കിലോഗ്രാം ആക്കുമ്പം 0.2 കിലോഗ്രാം 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യും. U 0 കിക്ക് ചെയ്ത് കഴിയുമ്പം വെലോസിറ്റി 50 m/s ആക്കുക. ടൈം T 0.01 സെക്കൻഡ് എന്ന് പറയുന്നുണ്ട്, ടൈം ഓഫ് കോണ്ടാക്ട്. ആദ്യം കാണേണ്ട ഇമ്പൾസ് ഓൺ ദി ബോളാണ്. ഇമ്പൾസ് I = ചേഞ്ച് ഇൻ മൊമെൻറ്റം MV - MU. U ഇവിടെ 0 അപ്പോൾ MV, that is 0.2 × 50 or 10 Newton second. Impulse ഓൺ ദി പ്ലെയർ അടുത്തത് ചോദിച്ചിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഓപ്പോസിറ്റ്. അപ്പോൾ ഇത് ബോളെ കിട്ടിയ ഇമ്പൾസാണ് 10 Newton second എങ്കിൽ അതേ ഇമ്പൾസ് തിരിച്ച് ആ കളിക്കാരൻ്റെ ഫുട്ടേ കിട്ടും. അപ്പോൾ ഇമ്പൾസ് ഓൺ ദി ഫുട്ട് ഓഫ് ദി പ്ലെയർ
That is 10 Newton second in the opposite direction. That's the answer. ഇനി ഫോഴ്സ് കാണാൻ ചോദിച്ചിട്ടുണ്ട്. കാര്യം I equals F into T എങ്കിൽ F equals I by T. I is 10 by T is 0.01. That is 1000 Newton. ഇനി ചോദിക്കുന്ന വർക്ക്, ബോളെ ചെയ്ത വർക്ക് എത്രയാണ് അറിയാം. വർക്ക് എനർജി പ്രിൻസിപ്പിൾ അനുസരിച്ച് വർക്ക് ഈക്വൽസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ദറ്റ് ഈസ് W ഈക്വൽസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി 0 ആയ ബോൾ അറ്റ് റെസ്റ്റിലായിരുന്നല്ലോ. കിക്ക് ചെയ്ത് കഴിയുമ്പം കിട്ടുന്ന കൈനറ്റിക് എനർജി ഹാഫ് mv². ഇവിടുത്തെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഹാഫ് mv². സോ W ഈക്വൽസ് ഹാഫ് mv² ഈക്വൽസ് ഹാഫ് ഇൻറ്റു m.2 ഇൻറ്റു 50². That is 250 joule. That is the answer. Another one. The angular speed of a disk is increased from 120 rpm revolutions per minute to 360 rpm in 10 seconds. A. What is the angular acceleration assuming it to be uniform? B. How many revolutions are made during this time? അതാണ് കാണേണ്ടത്. ഇവിടെ ഈ 120 RPM എന്നൊക്കെ പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഇനിഷ്യൽ ഫ്രീക്വൻസി F0 ഈക്വൽസ് 120 RPM റവല്യൂഷൻസ് പെർ മിനിറ്റ്. അതിന് ഒരു മിനിറ്റിൽ 120 റവല്യൂഷൻ എങ്കിലും ഒരു സെക്കൻഡിൽ എത്രയാണെന്ന് കാണാം. RPS 60 സെക്കൻഡാണെങ്കിലും ഒരു മിനിറ്റ്. അപ്പോൾ 120 by 60 that is 2 rotations per second. ഫൈനൽ ഫ്രീക്വൻസി 360 ആണ്. അപ്പോൾ F ഈക്വൽസ് 360 RPM എന്ന് പറഞ്ഞാൽ 360 by 60 or 6 RPS. എങ്കിൽ ω0 initial angular velocity omega is 2πf. ω0 is 2πf0, that is 2π into 2 or 4π radian per second. Final angular velocity omega equals 2πf, or that is 2π into 6 or 12π radian per second. എങ്കിൽ ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ ഈക്വൽസ് v മൈനസ് u ബൈ ടി എന്ന് പറയുന്ന പോലെ ω-ω0 ബൈ ടി. ഇതൊക്കെ നേരത്തെ ഞാൻ എടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 12π മൈനസ് 4π ബൈ ടി. ടി ഈസ് 10 seconds. Our answer is 0.8π radian per second square. ഇനി നമുക്ക് എസ് ഈക്വൽസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള പോലെ റൊട്ടേഷനകത്തൊരു ഇക്വേഷൻ ഉണ്ടല്ലോ. തീറ്റ ഈക്വൽസ് ω0t പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ. ഇതെല്ലാം പഠിക്കുക. പ്ലേ ലിസ്റ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട് റൊട്ടേഷൻ തിയറിയൊക്കെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. തീറ്റ കണ്ടുപിടിക്കുക. ω0 4π ഇൻറ്റു 10 പ്ലസ് ഹാഫ് ഇൻറ്റു ആൽഫ 0.8π ഇൻറ്റു 10 സ്ക്വയർ 100. ആൻസർ ഈസ് 80π റേഡിയൻ എന്ന് പറയും. റേഡിയൻ ഇത്ര ആംഗിൾ തിരിഞ്ഞിട്ടുണ്ട്. ഒരു 2π റേഡിയൻ തിരിയുമ്പോൾ ഒരു റൊട്ടേഷനായി. ഒരു റൊട്ടേഷൻ 2π റേഡിയനാണ്. എങ്കിൽ n റൊട്ടേഷൻസ് എന്ന് പറയുമ്പോൾ മൊത്തം തിരിഞ്ഞ ആംഗിൾ 2π ഇൻറ്റു n. അതാണല്ലോ തീറ്റ. അപ്പോൾ തീറ്റ ഈസ് 2πn, ഫ്രം വിച്ച് നമ്പർ ഓഫ് റൊട്ടേഷൻസ് ഓഫ് നമ്പർ ഓഫ് റെവല്യൂഷൻസ് n ഈക്വൽസ് തീറ്റ ബൈ 2π. ദറ്റ് ഈസ് 80π ബൈ 2π or 40. അപ്പോൾ 40 റൊട്ടേഷൻസ് കംപ്ലീറ്റ് ചെയ്യും ഈ 10 സെക്കൻഡ് സമയം കൊണ്ട്. താങ്ക് യു.